നമ്മൾ റോഡിലൂടെ നടന്നു പോകുമ്പോൾ ഒരാൾ തെന്നി വീണു എന്ന് നിങ്ങൾ കണ്ടു എന്ന് വെച്ചോളൂ. തെന്നി വീണു ഒരാൾ. അപ്പൊ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടി വരുന്ന വികാരം എന്താണെന്ന് സത്യസന്ധമായിട്ട് കമന്റ് ചെയ്യും. നമ്മൾ റോഡിലൂടെ നടന്നു പോകുമ്പോൾ ഒരാൾ തെന്നി വീണെന്ന് വെച്ചു, സത്യസന്ധമായിട്ട് കമന്റ് ചെയ്യും എന്താണെന്ന്. അയ്യോ അയ്യോ, പേടി, അയ്യോ അയ്യോ, വിഷമം വിഷമം. ശരി, ഇതേ ക്വസ്റ്റ്യൻ ചെറിയൊരു തിരുത്ത് മാത്രം. നിങ്ങൾക്ക് വെറുപ്പുള്ള ഒരാളാണ് വീണെങ്കിൽ, നിങ്ങൾക്ക് ദേഷ്യമുള്ള ഒരാളാണ് തെന്നി വീണെങ്കിൽ, ആ സമയത്ത് ചിരിക്കും. ഓക്കെ, അതാണ് സത്യസന്ധമായിട്ടുള്ള ആൻസർ ആക്ച്വലി. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഞാൻ ചോദിച്ചു ഒരാൾ തെന്നി വീണെങ്കിൽ നിങ്ങളുടെ അപ്പോഴത്തെ ഉണ്ടാകുന്ന വികാരം എന്താണെന്ന്. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ ചിരിക്കും. റെഡി? ശരിയല്ലേ? മ്യൂട്ട് മാറ്റാം. ശരിയാണോ അല്ലേ? അതെ അതെ, കറക്റ്റ്. ആദ്യം നമ്മൾ ചിരിക്കും. അപ്പൊ അവിടെ അവിടെ അതെ, അവിടെ ആ ചിരിക്കുന്ന ഒരവസ്ഥ പല ആൾക്കാരുടെയും ഒരു മോശമായിട്ടുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് ഫസ്റ്റ് വരുന്ന ചിരിയാണ്. അതുകൊണ്ടാണ് എല്ലാ വിഷു സമയത്തും ഒരു മാമനാണെങ്കിൽ പടക്കം പൊട്ടിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? പേടിച്ച് ഓടി വീഴും. അപ്പൊ നമ്മൾ എല്ലാവരും ചിരിച്ചതാണ്. ഓക്കെ, റൈറ്റ്. അത് വാഴ 2 എന്ന സിനിമ നിങ്ങൾ കാണുമ്പോൾ അതിന്റെ യഥാർത്ഥ ഫീലിങ്സ് നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ട ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും. കണ്ട ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? സിനിമ വാഴ 2 കണ്ട ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ? കണ്ടില്ല, പക്ഷെ ഇതിൽ റീൽസിൽ തന്നെ റീൽസിൽ വന്നു, പോസ്റ്റർ, ചില വാർത്തകളുടെ പോസ്റ്ററുകൾ വന്നു. ഒരിക്കലും ചിരിക്കില്ല. ഓക്കെ, താങ്ക് യു. സി, അപ്പോ ശ്രദ്ധിച്ച് ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ, നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ നമ്മൾ തെന്നി വീണെങ്കിൽ നമ്മൾ അത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ആദ്യത്തെ വികാരം എന്താണെന്ന് ചോദിച്ചു. സത്യസന്ധമായി നിങ്ങൾ ആൻസർ തന്നു. എന്താണ്? ചിരിക്കും എന്ന തരത്തിലുള്ളത്. ഇനി അത് വളരെ ഇമ്പോർട്ടന്റ്. അടുത്ത ക്വസ്റ്റ്യൻ, അത് നിങ്ങളുടെ ഒരു ശത്രുവാണ്, അവരുടെ ഒരു വീഴ്ച കാണാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ആ സമയത്ത് നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ഫീലിങ്സ്, ഇമോഷൻസ് എന്താണ്? അതായത് ചിരിക്കും. ആദ്യം ചിരിക്കണ്ടേ, പിന്നെ സീരിയസ് ആണെങ്കിൽ അതിന്റെ പറയാലോ. സീരിയസ് ആണെങ്കിൽ പിടിച്ച് പൊക്കാൻ ശ്രമിക്കും. ശത്രുവിനെ ആദ്യം ഒന്ന് ചിരിക്കും, ചിരിച്ചിട്ട് പിന്നെ നാക്കിന് എല്ലില്ലാത്ത നമുക്ക് എന്തോ ആവാലോ അല്ലെ? ഞാൻ ചോദിച്ച സത്യസന്ധമായിട്ടുള്ള ആൻസേഴ്സ് ആണ് ഞാൻ ചോദിക്കുന്നത്. ഇവിടെ അയാള് വീണു, അത് അന്ന് പറഞ്ഞതിന്റെ ഒക്കെ തന്നെ ആയിരിക്കും. അയാൾ വീണില്ലേ, അങ്ങനെയൊക്കെ സംഭവിച്ചു. അതാ ഇവന് നമ്മളിവിടെ ഒരാളും നല്ല ആളാവേണ്ട ആവശ്യമില്ല. നല്ല ആളാവാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് ആക്ച്വലി നമ്മൾ. ഇതന്നെ പറയും, അത് നമ്മളെ അന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ട് കണ്ടു, അപ്പൊ തന്നെ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ചിലപ്പോ ഈ പറഞ്ഞ പോലെ നമ്മൾ പോയി ഹെൽപ്പ് ചെയ്യും. ആരുമില്ല വേറെ, നമ്മൾ പിടിച്ച് എണീപ്പിക്കാൻ നോക്കും. പക്ഷെ ഫസ്റ്റ് ചിന്തകളിൽ ഓടി വരുന്നത് എന്താണ്? ഈ സാധനങ്ങൾ നിങ്ങൾ ഹെൽപ്പ് ചെയ്യൂലെന്നല്ല, ചെയ്യും. പക്ഷേ ഇത് കണ്ട ഉടനെ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുന്ന റിയാക്ഷനെ പറ്റിയാണ് ഞാൻ ചോദിക്കുന്നത്. അതെ, ഒന്ന് ചിരിക്കും, പിന്നെ തോന്നുന്നു അത് കൊടുത്തു, അവന് ദൈവം കൊടുത്തു ആ ശിക്ഷ, നമ്മളത്രയും പറഞ്ഞതല്ലേ. ശരി തന്നെ സാർ, അതിനെ കുറിച്ച് ഞാൻ ചോദിച്ചത്. ഓക്കെ, സോ അപ്പൊ നമുക്ക് മെയിൻ ടോപ്പിക്കിലേക്ക് നമുക്ക് കിടക്കാം. അപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി എന്താണ്? സന്തോഷം. അപ്പൊ അങ്ങനെയാണെങ്കിൽ പല വ്യക്തികൾക്കും പലതരത്തിലുള്ള വികാരങ്ങളായിരിക്കും. പക്ഷെ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ വീണ ആളെ നോക്കി നമ്മൾ ചിരിക്കുന്നവരുണ്ടാവും, ആ വ്യക്തി വീണതിൽ സന്തോഷിക്കുന്ന ആൾക്കാരുണ്ടാവും. ഈ പറഞ്ഞാൽ ആ വീണ വ്യക്തിയെ ബേസ് ചെയ്ത് ചിലപ്പം വിഷമം ഉള്ളിലുള്ള ഫീലിങ്സ് ഉള്ള ആൾക്കാരുണ്ടാവും. അപ്പൊ മറ്റുള്ളവർക്ക് ദോഷം വരുന്ന ഒരു കാര്യം ചിന്തിക്കുന്നത് നമ്മളെ എങ്ങനെ ബാധിക്കുന്നു എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഞാൻ എൻ്റെ ഈ സെഷൻ ബിഗിനിങ് മുതൽ ഞാൻ പറയുന്നു, എന്നാണ് തുടങ്ങിയത് അന്ന് ഞാൻ ഇപ്പോഴും പറയുന്നു, ദയവായിട്ട് മറ്റൊരാളെ കുറിച്ച് ഗോസിപ്സ് പറയരുത്, മറ്റൊരാൾക്ക് മോശം വരുന്ന കാര്യങ്ങൾ സംസാരിക്കരുത്, മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യങ്ങൾ സംസാരിക്കരുത്, മറ്റൊരാളെ എന്താ തകർക്കാൻ വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള എന്താ പറയുക, ചില കറുത്ത കൈകളുണ്ടല്ലോ, അങ്ങനെ എന്താ പറയുക, ആ വേർഡ് ഞാൻ യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ടാണ് ഈ കറുത്ത കൈകളെന്ന് യൂസ് ചെയ്തത്. അപ്പം നിങ്ങൾക്ക് അതിനകത്ത് എന്ത് വേണം ഫീൽ ചെയ്യും. ആ കറുത്ത കൈകൾ എന്താണ്? ചതിയല്ല, പക്ഷെ മറ്റൊരു സംഭവമുണ്ട്. ഞാൻ ആ വാക്ക് യൂസ് ചെയ്യുന്നില്ല, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ മേ ബി അതെന്താണ്, എങ്ങനെയാണെന്ന്. അപ്പോൾ അത് നമ്മളെ എങ്ങനെ ബാധിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം. പാരയല്ല. ഓക്കെ, കറുത്ത കൈകൾ പാരയല്ല, ഞാൻ വാക്ക് യൂസ് ചെയ്യുന്നില്ല. ഇതിനിടയ്ക്ക് ആരെങ്കിലും കമൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഒന്ന് മൂളാം.
അപ്പോൾ ഇത് എങ്ങനെ ബാധിക്കുന്നു എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത്, എല്ലാവരും ഒന്ന് ദയവായി ശ്രദ്ധിക്കുക, നിങ്ങളുടെ കൈകൾ നല്ലതുപോലെ മുറുക്കി പിടിക്കുക. അതായത് ഒരാളെ ഇടിക്കാൻ പോകുന്നത് പോലത്തെ ആ ഒരു ബോഡി ലാംഗ്വേജ് കീപ്പ് ചെയ്യുക. ഒരാൾ ഇടിക്കാൻ പോണ കൈയെല്ലാം മുറുക്കി പിടിക്കും. കൈയെല്ലാം എല്ലാവരും ഒന്ന് മുറുക്കി പിടിച്ച് നിങ്ങൾ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ള ആ വ്യക്തിയും കൂടെ മനസ്സിൽ കാണുക. നിങ്ങളിപ്പോൾ കൈ നല്ല മുറുകെ പിടിച്ചിട്ടുണ്ട്, അതായത് നിങ്ങൾക്ക് ഏറ്റവും ദേഷ്യമുള്ള, ഏറ്റവും വെറുപ്പുള്ള ഒരാളെ നിങ്ങളുടെ മുന്നിൽ നിങ്ങളെ കാണുകയാണ്. ആ സമയം നിങ്ങൾ കൈയെല്ലാം മുറുകി പിടിക്കുകയാണ്. ആ വ്യക്തിയെ മനസ്സിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ആ സമയത്തുണ്ടാവുന്ന ആ ഫീലിങ്സ്, ഇമോഷൻസ്, അല്ലെങ്കിൽ ആ സമയത്ത് ശരീരത്തിൽ ഉണ്ടാവുന്ന ആ അവസ്ഥ എന്താണെന്ന് നിരീക്ഷിക്കുക. നിങ്ങൾക്കൊരു ടെൻഷൻ വരുന്നുണ്ടാവും. നിങ്ങൾക്കൊരു ശരീരത്തിൽ എന്തോ ഒരു എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത തരത്തിലുള്ള എന്തോ ഒരു വൈബ്രേഷൻ വരുന്നുണ്ടാവും. ചിലപ്പോൾ ചില ആൾക്കാരുടെ ബോഡി വിറയ്ക്കുന്നുണ്ടാവും, ഇറിറ്റേറ്റഡ് ആവുന്നുണ്ടാവും. റിലീസ് ചെയ്യാം, വിശ്രമിക്കാം. നിങ്ങളിപ്പോൾ അനുഭവിച്ചതാണ്. നിങ്ങൾ മറ്റൊരാളെ ഉപദ്രവിക്കാനായിട്ട് ചിന്തിക്കുമ്പോൾ പോലും നിങ്ങളുടെ ശരീരം സമ്മർദ്ദത്തിലേക്ക് പോവാണ്. നിങ്ങൾ എറിയാൻ പോകുന്ന ഒരു കല്ല് മറ്റൊരാളുടെ തലയിലേക്ക് കൊള്ളുന്നതിന് മുന്നേ നിങ്ങളുടെ കൈകളാണ് വേദനിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് നിങ്ങളുടെ ഉള്ളിലുള്ള നെഗറ്റീവ് ചിന്തയും. സോ അപ്പോൾ എന്താണ് ഇവിടുത്തെ അവസ്ഥ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് യു ആർ ദ മിറർ. നിങ്ങളാണ് നിങ്ങളുടെ കണ്ണാടിയിലെ ആ പ്രതിഭാസം തന്നെ ഇവിടെ സംഭവിക്കുന്നത്. നമ്മുടെ ജീവിതം ഒരു വലിയ കണ്ണാടി പോലെ തന്നെയാണ്. നമ്മൾ ഒരു വലിയ, എനിക്ക് തോന്നുന്നു അത് ഇടുക്കിയിൽ എവിടെയാണെന്ന് തോന്നുന്നു, എക്കോ പോയിന്റ് എന്ന സംഭവം ഉണ്ടല്ലേ, എക്കോ പോയിന്റ്. അവിടെ പോയിട്ട് നമ്മൾ ഉറക്കെ കൂകി വിളിക്കുമ്പോൾ ഇത് എന്ത് ചെയ്യും, തിരിച്ച് റിപ്ലൈ നമുക്ക് തരും. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ നമ്മൾ ആ വലിയ മലനിരകളിൽ പോയിട്ട് നീ ഒരു കള്ളനാണ് എന്ന് ഉറക്കെ വിളിച്ച് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്, അതേ വാക്ക് തന്നെ നിങ്ങൾക്ക് റിപ്ലൈ തരും, നീ ഒരു കള്ളനാണ് എന്ന്. പകരം നീ ഒരു സുന്ദരനാണ് എന്ന് പറഞ്ഞാലോ ആ നല്ല വാക്ക് തന്നെ തിരിച്ചു വരും. ജീവിതം ഇതുപോലെ തന്നെയാണ്. നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി ഒരു കുഴി കുഴിക്കുമ്പോൾ ആ കുഴിയുടെ ആഴം കൂടുന്നത് നമ്മൾ അറിയുന്നില്ല. ഒടുവിൽ ആ കുഴിയിൽ നമ്മൾ തന്നെ പോയി വീഴും. നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി കുഴി കുത്തുന്നതായിരിക്കും മേ ബി, അവനെങ്ങനെ നശിപ്പിക്കാനോ തകർക്കാനോ, അവനെ എന്നേക്കുമായി ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കാനോ. അവൻ ദൈവത്തിന്റെ പുത്രനാണല്ലോ, ഭൂമിയിൽ നിന്ന് എന്നേക്കുമായി ഇല്ലാതാക്കാനായിട്ട്. ഈ സമയത്ത് കിട്ടുന്ന ഒരു ഇതുണ്ടല്ലോ, ഈ മദ്യത്തിനോ മയക്കുമരുന്നിനോ കിട്ടാത്തൊരു ലഹരിയുണ്ട്. നമ്മളൊരു മറ്റൊരാളെ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി നിൽക്കുമ്പോൾ ഒരവസ്ഥ, അത് നമ്മൾ സ്വയം നമ്മുടെ കുഴികുത്തുന്ന അവസ്ഥ പോലെയാണ്, കണ്ണാടി പോലെയാണ്. അത് നിങ്ങളുടെ ലൈഫ് റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. വളരെ 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 ഇമ്പോർട്ടൻ്റാണ്. അപ്പം അതുകൊണ്ട് ആ സംഭവം നമുക്ക് വേണ്ട. ഒരു തരത്തിലും ഒരാളെയും മോശമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളിലേക്ക് ഇൻവോൾവ് ആവരുത്. നിങ്ങൾ സ്വയം ഒറ്റയ്ക്ക് ഇറങ്ങി നിൽക്കുകയും ചെയ്യരുത്, ഒരാൾക്കും കൂട്ടും നിൽക്കരുത്. നമ്മൾ ഹോപ്പ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഹോപ്പ് നമ്മൾ ഡെപ്തിലേക്ക് നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കുറേ ആൾക്കാർ പഠിച്ചുകൊണ്ടിരിക്കുന്നു, കുറേ ആൾക്കാരില്ല. ബട്ട് എന്നാലും ഞാൻ പറയുന്നു, അതിന് റിസൾട്ട് കൊടുക്കാനായിട്ട് നമ്മൾ ആരും യോഗ്യരല്ല. ചെറിയൊരു സ്റ്റോറി പറയാം, ചിലപ്പോൾ കുറച്ചുകൂടെ കണക്റ്റ് ആവും. 2 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, 2 സുഹൃത്തുക്കൾ. ഒരാൾക്ക് മറ്റൊരാളുടെ വളർച്ചയിൽ ഭയങ്കര അസൂയ, ഒരാൾക്ക് മറ്റൊരാളുടെ വളർച്ചയിൽ ഭയങ്കര അസൂയ. 2 നല്ല സൂപ്പർ സുഹൃത്തുക്കളായിരുന്നു. ഒരിക്കലേ ഒരു മാലാഖ പ്രത്യക്ഷപ്പെട്ട് അസൂയക്കാരനോട് പറഞ്ഞു, നിനക്ക് എന്ത് വേണമെങ്കിലും എന്നോട് ചോദിക്കാന്ന് പറഞ്ഞു, ഞാനത് തരാം. പക്ഷേ ഒരു റൂളുണ്ട്, ഒരു നിബന്ധനയുണ്ട്. നിനക്ക് എന്ത് കിട്ടുന്നോ അതിൻ്റെ ഇരട്ടി നിന്റെ സുഹൃത്തിന് കിട്ടും. ഓക്കെ, നിങ്ങൾ ചിലപ്പോൾ ഒരു കഥ കേട്ടിട്ടുണ്ടാവും മേ ബി. നിനക്ക് എന്ത് കിട്ടുന്നോ അതിൻ്റെ ഇരട്ടി നിന്റെ സുഹൃത്തിന് ലഭിക്കുമെന്ന്. അസൂയക്കാരൻ എന്ത് ചെയ്തു, എന്ത് ചോദിച്ചു കാണുന്നെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ ഊഹിക്കാൻ പറ്റും. അവിടെ മാലാഖ പ്രത്യേകം എടുത്തു പറയുന്ന ഒരു കാര്യമാണ്, നിനക്ക് എന്ത് വേണോ അത് ഞാൻ നിനക്ക് തരാം, പക്ഷെ നീ ചോദിക്കുന്ന എന്താണോ അതിൻ്റെ സുഹൃത്തിന് എന്ത് ചെയ്യും, ഇരട്ടിയായിട്ട് കിട്ടും. ഒരു അസൂയുള്ള ഒരു സുഹൃത്തിനോട് ഒരു മാലാഖ ഒന്ന് ചോദിക്കണം. അപ്പോ എന്തായിരിക്കും ആ സുഹൃത്ത് ചോദിച്ചിട്ടുള്ള?
എന്തായിരിക്കും ആ സുഹൃത്ത് ചോദിച്ചിട്ടുള്ളത്? എനിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് സാറേ. എനിക്കൊന്നും വേണ്ടാന്ന്. ഓക്കെ, വേറെ? ഒരു കിടത്തി കിട്ടുമൊക്കെ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്താ? ആരാ മേത് ഏത് കല്ലെന്ന്? ഓക്കെ, ധൈര്യം. ഓക്കെ, ഒരു കണ്ണ് പൊട്ടേന്ന് പറഞ്ഞിട്ടുണ്ടോ? അതാ. എന്താ പറഞ്ഞേ? ഒരു കണ്ണ് എന്തായിക്കോട്ടെ എന്നാ? പൊട്ടയായിക്കോട്ടെ എന്നാ? പൊട്ടയായിക്കോട്ടെ മീൻസ് എന്തായിരിക്കും? ഒരു കണ്ണ് കുത്തി പൊട്ടിക്കണം എന്ന് പറയും. മാലാഖയോട് പറയും ഒരു കണ്ണും കുത്തി പൊട്ടിച്ചോളാൻ. അപ്പൊ എന്ത് ചെയ്യും? സുഹൃത്തിന് 2 കണ്ണും പോവല്ലോ. അപ്പൊ അവന് ഓട്ടോമാറ്റിക്കൽ സന്തോഷം ഉണ്ടാവും. ഇതാണ് നെഗറ്റീവ് ചിന്ത. നിനക്ക് എന്ത് കിട്ടുന്നോ അന്നേരം ഇരട്ടി നിന്റെ സുഹൃത്തിന് കിട്ടുമെന്ന് പറയുമ്പം ആ സുഹൃത്ത് ചിന്തിച്ച ചിന്ത, അല്ലെങ്കിൽ ആ സുഹൃത്ത് മാലാഖയോട് ചോദിച്ച വരം, എൻ്റെ ഒരു കണ്ണ് കുത്തി പൊട്ടിച്ചോ, അപ്പൊ എൻ്റെ സുഹൃത്തിന് 2 കണ്ണ് കുത്തി പൊട്ടിക്കാൻ പറ്റുമല്ലോ, അപ്പൊ അവന് ഒട്ടും തന്നെ കാഴ്ച ഉണ്ടാവില്ലല്ലോ. അപ്പോൾ മറ്റുള്ളവരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം കണ്ണ് കളയാൻ പോലും നമ്മൾ തയ്യാറായി നിൽക്കുകയാണ്. ഇത് ബുദ്ധിയാണോ അതോ വിഡ്ഢിത്തമാണോ? സോ ചിന്തിക്കുക വീണ്ടും എന്താണ്. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ ഇങ്ങനെ അല്ല, ബട്ട് നിങ്ങൾ അതിലേക്ക് ഇൻവോൾവിങ് ആകരുതെന്നാണ് പറയാൻ വേണ്ടി ഒന്നുകൂടെ സൂചിപ്പിക്കുന്നത്. നിങ്ങളെല്ലാവരും വളരെ പോസിറ്റീവായിട്ടുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ രാവിലെ വന്നിരിക്കത്തില്ല. സോ അപ്പോൾ നമ്മൾ ഇന്നു മുതൽ പ്രതിജ്ഞ എടുക്കുകയാണ്, വീണ്ടും വീണ്ടും പ്രതിജ്ഞ എടുക്കുകയാണ്. ഇന്നു മുതൽ ഒരാളെക്കുറിച്ചും ഒരു മോശകാര്യം കേൾക്കുമ്പോൾ അത് മറ്റൊരാളുടെ പങ്കുവെക്കാതിരിക്കാനായിട്ട് നമുക്ക് മാക്സിമം ശ്രമിക്കാം. റിപ്പീറ്റ് ചെയ്യുന്നു, ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെക്കുറിച്ച് മോശമായിട്ട് സംസാരിക്കുമ്പോൾ അത് ദയവായിട്ട് വീണ്ടും 3ാമതൊരാളെ അടുത്ത് പോയി നമ്മൾ എന്തെങ്കിലും സംസാരിക്കത്തില്ല. അതിന് ഒരു തീരുമാനം ശക്തമായിട്ട് എടുക്കണം. ഇന്നു മുതൽ ഒരാളെക്കുറിച്ച് മോശമായി കേൾക്കുമ്പോൾ അത് മറ്റൊരാളോട് പങ്കുവെക്കാതിരിക്കാനായിട്ട് നമുക്ക് മാക്സിമം ശ്രമിക്കാം. റെഡിയാണോ നിങ്ങൾ? എങ്കിൽ ലവ് തരൂ, ലവ് സ്ക്രീനിൽ ലവ് തരൂ. യെസ്, അതുപോലെ. യാ, സൂപ്പർ. സോ അപ്പോൾ അതുകൊണ്ട് മറ്റൊരാളുടെ വീഴ്ചയിൽ സന്തോഷിക്കുന്നതിനേക്കാൾ വലിയ പരാജയം എന്ന് പറയുന്നത് വേറെ ഒന്നും തന്നെയില്ല. ലോകം മുഴുവനും സ്നേഹത്താൽ നിറയട്ടെ എന്ന് തന്നെ പറയുന്നതിന് അത്രയും ആ ഒരു പ്രാധാന്യം നിറഞ്ഞൊരു സംഗതിയില്ല. എല്ലാം എൻ്റെ മനസ്സിൻ്റെ അകത്ത് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വളരെ കുറച്ച് കാലം മാത്രമേ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നുള്ളൂ. എന്തിനാണ് പക, വിദ്വേഷം? ഇതൊക്കെ വളരെ കുറച്ച് നാൾ, വളരെ വളരെ കുറച്ച് നാളാണ് ജീവിക്കുന്നത്. നിങ്ങൾക്ക് അവരുമായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരുമായിട്ട് ഇൻവോൾവ് ചെയ്യണ്ട, അവരുമായിട്ട് മാറി നടന്നോ, ദൂരെ നടന്നോ. ബട്ട് എന്തിനാണ്? സോ എപ്പോഴും ഒരു കാര്യം ഓർക്കുക, നമ്മളൊരു പൂന്തോട്ടം നിർമ്മിച്ചാൽ അവിടെ ശലഭങ്ങൾ വരും, അത് ഉറപ്പാണ്. നമ്മളൊരു അഴുക്കുചാല് നിർമ്മിച്ചാൽ അവിടെ ഈച്ചകൾ വരും. സോ അപ്പോൾ നിങ്ങളുടെ മനസ്സ് ഒരു പൂന്തോട്ടം ആക്കണോ അതോ ഒരു അഴുക്കുചാലാക്കണോ എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണ്. എപ്പോഴും നന്മ മാത്രം ചിന്തിക്കുക, നന്മ മാത്രം പ്രവർത്തിക്കുക. നിങ്ങൾ നന്മ ചിന്തിച്ചാൽ നിങ്ങൾക്ക് നന്മ വരും, നിങ്ങൾ നന്മ പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് നന്മ വരും. വാട്ട് യു ഫീൽ ദാറ്റ് യു അട്രാക്ട് എന്നാണ്. അതാണ് നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ തന്നെ നമ്മൾ പഠിക്കുന്നത്. സോ തുടക്കത്തിൽ ആ കണ്ണ് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത്, നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് എന്ന് പറയുന്നു, പക്ഷെ നമുക്കറിയില്ല അവൻ്റെ അടുത്ത് വലിയ മാലാക വരുമ്പോഴേ, അവനോട് മാലാക ചോദിക്കുമ്പോഴായിരിക്കും നമുക്ക് അതിൻ്റെ കുറച്ച് ദിവസം കഴിഞ്ഞ് എൻ്റെ റിപ്ലൈ കിട്ടാൻ പോണേ, എടാ നീ ആയിരുന്നല്ലേ എൻ്റെ ആള്. ഒരുപാട് പേർക്ക് അനുഭവം ഉണ്ടാവും. സോ നമ്മളൊരു പ്രതിജ്ഞ എടുത്തത് ഒന്ന് എന്തായിരുന്നു? മറ്റൊരാളെ കുറിച്ച് നമ്മൾ മോശമായി കേൾക്കുമ്പോൾ അത് വേറൊരാളുടെ പോയി പറയില്ല. അത് നമുക്കുള്ളിലില്ല. നമ്മുടെ ഈ മോർണിംഗ്, നമ്മളെ മാജിക് മിറാക്കിൾ ഒരാൾക്കും ഇല്ലെന്ന് ഞാൻ പറയില്ല, പക്ഷെ ഈ മോർണിംഗ് സെഷനിൽ അറ്റൻഡ് ചെയ്യുന്ന ഒരാൾക്കും അതിന് വേണ്ട. നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല, മനുഷ്യർ പെർഫെക്റ്റ് അല്ല, എങ്കിൽ നമ്മൾ ദൈവങ്ങളായി പോകൂലേ? കൂട്ട് നിൽക്കരുത്. യെസ്, അവിടെ നിങ്ങളുടെ സുഹൃത്ത് നിങ്ങളെ മാറ്റി നിർത്തിയാൽ പോലും എന്നേക്ക് നീ എൻ്റെ സുഹൃത്തല്ല, അവൻ നിന്നെ അവോയ്ഡ് ചെയ്യുന്നുണ്ടെങ്കിലും തൊഴുതിട്ട് പറയാം, താങ്ക് യു, ഒക്കോ. ഞാൻ വീണ്ടും എടുത്ത് പറയുന്നു, എനർജി ലെവലിൽ നിൽക്കുന്നുണ്ട് പറയുന്നത്, നിങ്ങളെ കൂടെ നിൽക്കുന്ന പല ആൾക്കാരും നിങ്ങളെ വിട്ടു പോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ അറിയാതെ നിങ്ങളെ ഭാഗത്ത് നിന്ന് വിട്ടു പോകുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള എനർജി അല്ല. ഒന്നുകിൽ ആ വ്യക്തി ലോവർ എനർജിയിലായിരിക്കും, നിങ്ങൾ ഹയർ ലെവലിലെ എനർജിയിലായതുകൊണ്ട് നിങ്ങൾക്ക് അവരുമായിട്ട് യോജിച്ച് പോകാൻ പറ്റില്ല. അതർവൈസ് നിങ്ങൾ ഹൈ ലെവൽ എനർജിയിലായിരിക്കും, കാരണം ആ ലോവർ ലെവൽ എനർജി ഉള്ള ആൾക്കാരുമായിട്ട് ഇൻവോൾവ് ചെയ്ത് പോകാൻ പറ്റില്ല. ഒരേ തരത്തിലുള്ള ഫ്രീക്വൻസി വസ്തുക്കളെല്ലാം ഒരുമിച്ചിരിക്കുന്നത് അട്രാക്ട് ചെയ്യുന്നു, അത് അവർ മാത്രമേ മുന്നോട്ട് ഒരുമിച്ച് പോകത്തുള്ളൂ.
സോ അപ്പോൾ നിങ്ങൾ നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് പീപ്പിൾ വിൽ യു അട്രാക്ട്. നിങ്ങൾ പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് പീപ്പിൾ നിങ്ങളിൽ നിന്ന് വിട്ടുപോയി പോസിറ്റീവ് ആൾക്കാർ നിങ്ങളിലേക്ക് അട്രാക്ട് ആവും. സോ മനുഷ്യർ പെർഫെക്റ്റ് അല്ല, അതുകൊണ്ട് തെറ്റുകൾ എല്ലാവർക്കും സംഭവിക്കും. മറ്റൊരാൾക്ക് ഇന്നൊരു തെറ്റ് പറ്റി നമ്മളത് നോക്കി ചിരിക്കും. നാളെ നമുക്ക് തെറ്റ് പറ്റിയാലോ, നമ്മളത് നോക്കി ചിരിക്കും. അപ്പോഴേ നമുക്കതിൻ്റെ അവസ്ഥ മനസ്സിലാവത്തുള്ളൂ. സോ ഹംബിൾ റിക്വസ്റ്റ്, കൂട്ട് നിൽക്കരുത്. കാരണം ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് നമ്മൾ അനുഭവിച്ചില്ലെങ്കിൽ അടുത്ത ആൾക്കാർ അനുഭവിക്കും. നമുക്ക് വേറെ ആൾക്കാരുണ്ടല്ലോ. സോ ദയവായി അതിൽ ഇൻവോൾവ് ആവരുത്. വിട്ട് മാറിക്കും, അവിടെ നിന്ന് മാറി വെക്കും. സോ ഹാവ് വണ്ടർഫുൾ ഡേ. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായിട്ടെന്ന് വിശ്വസിക്കുന്നു. കേട്ട് വെറുതെ കളയാതെ ചിന്തിക്കുക, അതിനെപ്പറ്റി അതിനനുസരിച്ച് പ്രവർത്തിക്കുക.